യേശുവിൽ പ്രിയമുള്ളവരെ, റോസറി വാറിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണല്ലോ നമുക്കെല്ലാവർക്കും. ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ കൃപാവരങ്ങൾ നിശ്ചയമായും നമ്മിലെല്ലാവരിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നാം ഓരോരുത്തരും അത് സ്വീകരിക്കുകയും ആ അനുഗ്രഹത്തിൽ വളരുകയും ചെയ്യുമ്പോൾ ജപമാല എന്ന അനശ്വരമായ നിധിയെ ആത്മവിശ്വാസത്തോടെ വീണ്ടും കണ്ടെടുക്കാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ ജപമാല എന്ന നിധി ആത്മവിശ്വാസത്തോടെ വീണ്ടും കണ്ടെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആഴമേറിയ ഒരു ആത്മീയതയിലേക്കും ആന്തരിക നിശബ്ദതയിലേക്കുമാണ് അത് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുക. ജപമാലയുടെ അനന്തമായ ശക്തി ഈ ലോകത്തിൽ മുഴുവൻ പ്രസരിക്കുമ്പോൾ ഹിരോഷിമ നാഗസാക്കി സംഭവങ്ങളെ നമ്മളൊന്ന് മനസ്സിലെടുക്കുകയാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഹിരോഷിമയിൽ ബോംബിടുന്ന സാഹചര്യങ്ങളിൽ അവിടെ സംഭവിച്ചൊരു കാര്യം ഇതാണ്. 1,40,000-ഓളം വരുന്ന ആളുകൾ മുഴുവനും ആ പട്ടണത്തിൽ അണുബാധ ഏൽക്കുകയും പൂർണ്ണമായി നശിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ പട്ടണ മധ്യത്തിലെ ഒരു ഭവനം 8ഓളം അംഗങ്ങൾ വളരെ സുരക്ഷിതരായി അവിടെ താമസിക്കുന്നു. ഈശോ സഭക്കാരായ 8 മിഷണറിമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ സുപ്പീരിയറായിരുന്ന ഫാദർ ഷിഫറിനെ 200-ലധികം തവണ ഇൻ്റർവ്യൂ നടത്തുകയും മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് അവർ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും പറ്റാതിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഫാദർ ഷിഫറിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ഇവിടെ ഫാത്തിമ രഹസ്യം ജീവിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് അവർ ഇങ്ങനെ പങ്കുവയ്ക്കുന്നു: എല്ലാ ദിവസവും പരിശുദ്ധ ജപമാല ചൊല്ലുകയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. ആ ജപമാലയുടെ ശക്തി ആണവോർജത്തെയെല്ലാം അതിജീവിക്കുന്ന വിധത്തിലായിരുന്നുവെന്ന് ചരിത്രത്തിൻ്റെ താളുകളിലൂടെ നാം കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാല ജീവിച്ച കുറേ മനുഷ്യർ, നമ്മളും ഈ നാളുകളിലെ ജപമാലകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്, കൃപ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ജപമാല ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതങ്ങളിൽ ആഴമേറിയ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണത്? പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജപമാല സ്വർഗത്തിൻ്റെ വലിയൊരു വാഗ്ദാനവും ഈ ലോകത്തെ മുഴുവനും നവീകരിക്കാനും അതിന് പുതുശക്തി കൊണ്ട് നിറയ്ക്കാനുമുള്ളതാണെന്നുള്ളത് വളരെ വാസ്തവികമായൊരു കാര്യമാണ്. നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, അമ്മയുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണ് ഈ ജപമാല ഉത്ഭവിക്കുന്നത് തന്നെ. കാരണം ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 19-ാം വചനത്തിൽ ഇങ്ങനെ നാം കാണുകയാണ്: മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു എന്നാണ്. ആട്ടിടയന്മാർ നൽകിയ സന്ദേശത്തിന് ശേഷം അമ്മയുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ തിരുവചനത്തിലൂടെ നാം കണ്ടെടുക്കുന്നത് അങ്ങനെയാണ്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആഴത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മറിയത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് കടന്നു വന്ന യേശു അനുഭവങ്ങളല്ലേ ഈ ജപമാലയുടെ രഹസ്യങ്ങൾ ഓരോന്നും. പ്രിയപ്പെട്ടവരെ, അമ്മ ചിന്തിക്കുകയായിരുന്നു. അമ്മയുടെ ജീവിതകാലം മുഴുവനും അമ്മ ഗാഢമായൊരു മൗനത്തിലും ഗാഢമായൊരു ചിന്തയിലും ഗാഢമായൊരു ധ്യാനത്തിലുമായിരുന്നു. ആ ധ്യാനത്തിൻ്റെ ഉൾപ്പൊരുളുകളാണ് വിശുദ്ധ ഡൊമിനിക്കിലൂടെ നമ്മുടെ സഭാ കാലഘട്ടത്തിലേക്ക് ദൈവം അനുവദിച്ചു തന്നത്. അമ്മയുടെ ആന്തരിക നിശബ്ദത വലിയൊരു വിപ്ലവം തന്നെയാണ് ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ വലിയ ദൈവകൃപകൾ കൊണ്ടുവരാൻ ഈ ജപമാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആന്തരിക ശക്തിയെക്കുറിച്ച്, ആന്തരിക നിശബ്ദതയെക്കുറിച്ച് തികച്ചും ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. അതുമാത്രവുമല്ല, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കാലയളവിൽ കൂട്ടിക്കൊണ്ടുവരേണ്ടത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം കൂടിയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക്, അമ്മയുടെ ദേവാലയ പ്രവേശനത്തിന് ശേഷം പിതാവായ ദൈവത്തിൻ്റെ മകളാണ് താനെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് കടന്നു വന്ന് ആഴമേറിയ ഒരു നിശബ്ദതയിലേക്കും ധ്യാനത്തിലേക്കും അന്നേ തന്നെ കടന്നു പോയവളാണ് പരിശുദ്ധ അമ്മ. പിന്നീട് സുവിശേഷത്തിൻ്റെ വരികളിലേക്ക് നോക്കുമ്പോൾ
അധികമൊന്നും സംസാരിക്കാത്തൊരു വ്യക്തിയായിട്ട് മറിയത്തെ നാം കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് ലോകം മുഴുവനും അമ്മയുടെ അപദാനങ്ങളും അമ്മയുടെ പ്രവൃത്തികളും അമ്മയിലൂടെ സംഭവിച്ച സകല കാര്യങ്ങളെയും ആഘോഷിക്കുകയാണ് നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ പക്കലേക്ക് ആ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്ന ആ സാഹചര്യം ഒന്ന് മനസ്സിലെടുക്കുകയാണ് എങ്കിൽ അവളുടെ ഏതാനും ചില ചോദ്യങ്ങളും സംശയങ്ങൾക്കുമുള്ള ഉത്തരം ദൈവത്തിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ ആഴമേറിയൊരു സമർപ്പണത്തിലേക്ക് അമ്മ കടന്നു വരികയാണ്. ജപമാല നമ്മളെ വിളിക്കുന്നത് ആഴമേറിയൊരു സമർപ്പണത്തിന് വേണ്ടി വീണ്ടും തയ്യാറെടുക്കാനാണ്. വീണ്ടും ആ നിധി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഓരോരുത്തരോടും ആത്മാവിന് പറയാനുള്ളതും ഈ ഒരു ആഴമേറിയ നിശബ്ദതയിലേക്ക് കടന്നു വരാനാണ്. കാരണം ഈ ആന്തരിക നിശബ്ദത മറിയത്തിന് സമ്മാനിച്ചത് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ ശക്തി മുഴുവനുമായിരുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞ് ദൈവദൂതൻ്റെ ആ മംഗളവാർത്ത കേട്ട് അതിനെ സ്വീകരിച്ച ആ നിമിഷം മുതൽ മറിയം വീണ്ടും വലിയൊരു ആന്തരിക നിശബ്ദതയിലേക്ക് കടന്നു പോവുകയാണ്. ഈ ആന്തരിക നിശബ്ദത തിടുക്കത്തിലുള്ളൊരു യാത്രയിലേക്ക് അവളെ നയിക്കുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, എലിസബത്തിൻ്റെ ഭവനം സന്ദർശിച്ച് 3 മാസത്തോളം അവരോടുകൂടി താമസിക്കുമ്പോൾ നമുക്കറിയാം മറിയത്തിൻ്റെ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞിരുന്ന ആന്തരികമായ ആ വലിയ നിശബ്ദതയ്ക്ക് ഒരു സ്തോത്രഗീതത്തിൻ്റെ ശക്തി പടരുകയാണ്. അമ്മ പാടിയ ആ സ്തോത്രഗീതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഗീതമായി പ്രാർത്ഥനയായി ഉരുവിടുമ്പോൾ ഓർക്കണം, അമ്മ ആ നാളുകളിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവൃത്തി മുഴുവനും ഇസ്രായേൽ സമൂഹത്തിനു വേണ്ടി ദൈവം ചെയ്തത്, വരാനിരിക്കുന്ന കാലഘട്ടങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാനിരിക്കുന്നത് എല്ലാം അമ്മയുടെ മനസ്സിലൂടെ കടന്നു വരികയായിരുന്നു. ഈ ആഴമേറിയ നിശബ്ദതയിൽ നിന്ന് ഉരുവെടുത്തത് ദൈവികമായ ശക്തിയുടെ ശക്തമായ പ്രസരണമാണ്. അതാണ് സ്തോത്രഗീതമായി നമ്മൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. ഈശോയുടെ ജനനത്തിൻ്റെ സമയത്തും അമ്മ വലിയ ആന്തരിക നിശബ്ദതയിലേക്ക് കടന്നുപോയിട്ടുണ്ട്. ഗാഢമായ ഒരു ധ്യാനത്തിൻ്റെ വശത്തിലേക്കായിരുന്നു അമ്മയുടെ ചിന്തകൾ കടന്നുപോയത്. ബെത്ലഹേമിലേക്കുള്ള യാത്രയും അതിനുശേഷമുള്ള യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി ഒരു സ്ഥലം പോലും കിട്ടാതെയുള്ള അന്വേഷണത്തിലും അവൾ പൂണ്ട മൗനം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പുതപ്പ് പോലെ അവളെ പുതപ്പിച്ചിരിക്കുകയാണ്. ആ ഹൃദയ നിർമ്മലതയിലൂടെയാണ് ജീവിതത്തിൻ്റെ ശക്തി അവൾ ഓരോ നിമിഷവും കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന ആ സന്ദർഭത്തിൽ പരിശുദ്ധ അമ്മ ശിമയോനിൽ നിന്ന് കേൾക്കുന്ന ആ വാക്കുകൾ കേട്ട് ഹൃദയത്തിൽ ഗാഢമായി സംഗ്രഹിക്കുന്ന ഒരവസ്ഥയിലോട്ട് കടന്നു വരുന്നുണ്ട്. നിശ്ചയമായിട്ടും നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടന്നു പോകുമെന്ന് ശിമയോൻ അമ്മയെ നോക്കി പറയുന്ന സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യ വ്യക്തിയുടെയും മനസ്സ് തകർന്നു പോകേണ്ടതാണ്. കടന്നു വരാൻ പോകുന്ന വാളിനെക്കുറിച്ചൊരു വ്യഗ്രതയും ഉത്കണ്ഠയും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ ഹൃദയധ്യാനം അവളെ കാൽവരി വരെ കൊണ്ടു നടത്തി. നിശ്ചയമായിട്ടും തളർന്നു വീഴാതെ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാനുള്ള ശക്തി ഈ ഒരു ആന്തരിക നിശബ്ദതയ്ക്കും ആന്തരികമായ പ്രാർത്ഥനയ്ക്കും അമ്മയെ സഹായിച്ചിട്ടുണ്ട്. ഈശോ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലും, ഈശോയുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലൂടെയും അമ്മ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അധികമൊന്നും സംസാരിക്കാതെ മകൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന പരിശുദ്ധ അമ്മ ഏതാനും ചില വാക്കുകളിലൂടെ ദൈവിക ശക്തി പടരുന്നവളായി മാറുകയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ ജപമാല മാസത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അമ്മ ധ്യാനിച്ചെടുത്ത ക്രിസ്തുവിൻ്റെ മുഖത്തെ നമ്മളും നന്നായി ധ്യാനിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പലപ്പോഴും മൗനം നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. ആന്തരിക നിശബ്ദതയ്ക്ക് അല്പം പോലും പ്രാധാന്യം നമുക്ക് കൽപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം നാം കേൾക്കുന്ന ശബ്ദങ്ങൾ, പുറത്തുനിന്നും അകത്തുനിന്നും തുടരെ വരുന്ന ശബ്ദങ്ങൾ ദൈവത്തെ ശ്രവിക്കുന്നതിൽ നിന്നും ദൈവത്തോട് ചേർന്നിരിക്കുന്നതിൽ നിന്നും നമ്മെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ആന്തരിക നിശബ്ദത, വീണ്ടും വീണ്ടുമുള്ള ഈശോയെക്കുറിച്ചുള്ള ചിന്തകൾ ഈശോയോട് ചേർന്നിരിക്കാൻ അമ്മയെ സഹായിച്ചിട്ടുണ്ട്. ഈശോയുടെ സ്വരം അവളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പിതാവിൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ അമ്മയ്ക്ക് എപ്പോഴും ശക്തിയും കൃപയും കിട്ടിക്കൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് ചേർന്നിരിക്കേണ്ട ഒരു സമയമായി ഈ ജപമാലയെ നാം കണക്കിലെടുക്കുകയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. ആ ആന്തരിക നിശബ്ദതയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ശ്രവിക്കാനായിട്ട് സാധിക്കുന്നൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം അതല്ലേ? ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടിരുന്ന് അവസാനം അതിൻ്റെ പ്രത്യുത്തരമായി ജീവിതം ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്നത്.
ക്രിസ്തുവിൻ്റെ കാൽച്ചുവട്ടിൽ വന്നിരുന്ന മറിയം, അവളുടെ പ്രവൃത്തിയെ കർത്താവ് ഒരുപാട് വിലമതിച്ചതായി നാം കാണുന്നുണ്ട്. മർത്ത പല കാര്യങ്ങളിലും വ്യഗ്രചിത്തയായപ്പോൾ മറിയത്തിൻ്റെ നിലപാടിനെ വാനോളം പുകഴ്ത്തിയ ഈശോ അതൊരിക്കലും, ആ നിലപാട് ഒരിക്കലും അവളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകില്ല എന്ന് പറയുകയാണ്. സുവിശേഷത്തിൽ അതിടം നേടുകയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ജീവിതത്തിൽ സംസാരിക്കേണ്ട ഒരുപാട് സമയങ്ങളുണ്ടായിട്ടും, പ്രത്യേകിച്ച് ജോസഫിന് മുമ്പിൽ സ്വയം ന്യായീകരണത്തോടെ 2 വാക്കുകൾ സംസാരിക്കേണ്ട സാഹചര്യമുണ്ടായിട്ടും അമ്മ ഒരിക്കലും അതിനെക്കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. നിശബ്ദതയാണ് അവിടെയും ഉത്തരം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജപമാല ചൊല്ലിക്കൂട്ടേണ്ട അല്ലെങ്കിൽ വെറുതെ ആവർത്തിക്കേണ്ട ഒരു പ്രാർത്ഥനയായിട്ട് തീരുകയല്ല, മറിച്ച് വലിയൊരു ക്രിസ്തീയ ധ്യാനത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് എന്ന് നമ്മോട് പറയുകയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കും. മറിയത്തോടുകൂടി ക്രിസ്തുവിനെ ഓർമ്മിക്കാനും മറിയത്തിൻ്റെ മുമ്പിലിരുന്ന് അവനെ പഠിക്കുവാനും അവൻ്റെ മുഖത്തെ ധ്യാനിക്കുവാനും ആ പ്രകാശപൂരിത നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുമൊക്കെയുള്ള ഒരു ആഹ്വാനം അദ്ദേഹം നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഒരുപാട് ശബ്ദങ്ങൾക്കുള്ളിൽ ജീവിക്കുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ഈ ആന്തരിക സ്വസ്ഥത വീണ്ടെടുക്കാൻ കഴിയാതെ പോകുന്നത്? നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും നമുക്കത് വളരെ വ്യക്തമാണ്. എല്ലായിടങ്ങളിലും സംസാരങ്ങളാണ്. ഒന്നുകിൽ മാധ്യമങ്ങളിലൂടെയുള്ള സംസാരങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തികളിലൂടെയുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുമല്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുപാട് വ്യഗ്രതകളും നെഗറ്റിവിറ്റികളും ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ആരൊക്കെയോ നമ്മളെ വേദനിപ്പിച്ചതിൻ്റെ ഓർമ്മകളുമൊക്കെ നിരന്തര സംസാര വിഷയമായി കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ആന്തരിക നിശബ്ദതയിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റുക? അങ്ങനെ ആന്തരിക നിശബ്ദതയിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ എങ്ങനെയാണ് ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റുക? അങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനും നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്താനും സാധിക്കുക? ഈ ജപമാല മാസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഓരോ രഹസ്യങ്ങളും വെറുതെ കുറേ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള വശങ്ങളായിട്ട് മാത്രം മാറാതെ അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചെടുക്കണം. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ ഈ കൃപാവരത്തിൻ്റെ ശക്തി ഈ ലോകത്തിലേക്ക് മുഴുവൻ കടന്നു വരിക? വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക: പിതാവായ ദൈവം സകല കൃപാവരങ്ങളും പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, അത് സ്വീകരിക്കാൻ വേണ്ട ഒരു ആന്തരിക സ്വസ്ഥത അത് നമുക്ക് ഈ സമയങ്ങളിൽ നേടിയെടുക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ദുഃഖങ്ങൾ പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രാരാബ്ധങ്ങളായ ഭാരങ്ങൾ, നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അവസ്ഥകളും, സാമ്പത്തിക പ്രതിസന്ധികൾ, രോഗബാധകൾ, ഇനി എന്തു സംഭവിക്കാമെന്നുള്ള ആ ഒരു അവസ്ഥാവിശേഷങ്ങൾ, ലോകത്തിൻ്റെ ക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം വന്ന് നിൽക്കേണ്ട ഇടം ക്രിസ്തു സംഭവത്തിലാണ്. യേശുവിൻ്റെ മുഖത്തോട് ചേർത്ത്, യേശുവിൻ്റെ വചനത്തോട് ചേർത്ത് ജീവിതം വയ്ക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിൽ നിന്ന് ഒരു ശക്തി ഒഴുകുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഓർമ്മിക്കുന്നില്ലേ, ഈശോ കടന്നു പോകുന്ന വഴിയിൽ ഒരു സ്ത്രീ ഈശോയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. അവൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള വിചാരം. ആ വിചാരത്തെ ഈശോ ഒരുപാട് മാനിച്ചുയർത്തിയതായി തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. ക്രിസ്തുവിനെ ആഴത്തിൽ വിചാരിക്കുന്ന ഓരോ ഹൃദയത്തിൽ നിന്നും ഇങ്ങനെയൊരു ശക്തി പുറപ്പെടുകയാണ്, സൗഖ്യമാകാനും സൗഖ്യപ്പെടുത്തുവാനുമുള്ള ശക്തി. ഈ ജപമാലയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോ രഹസ്യങ്ങളും, സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിച്ചെടുക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് ദൈവിക സന്തോഷത്തിൻ്റെ കൃപാവരത്തിൻ്റെ ശക്തി നമ്മൾ ഓരോരുത്തരിലേക്കും കൊടുക്കുകയാണ്. യേശുവിൻ്റെ പ്രകാശപൂരിതമായ മുഖത്തെ നമ്മൾ ധ്യാനിച്ചെടുക്കുമ്പോൾ നിശ്ചയമായും ദൈവരാജ്യത്തിൻ്റെ ആ സന്തോഷം, ആ സമാധാനം, അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശക്തി ഒരിക്കൽ കൂടി ഈ ലോകത്തിലേക്ക് നമ്മിലൂടെ പ്രസരിക്കുകയാണ്. നിശ്ചയമായും ദൈവത്തിൻ്റെ ആത്മാവ് ആ രഹസ്യങ്ങളിലൂടെ, ആ രഹസ്യം ധ്യാനിക്കുന്ന ഓരോ വ്യക്തിയിലൂടെയും കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യേശുവിൻ്റെ ദുഃഖകരമായ മുഖങ്ങളെക്കുറിച്ച് നാം ധ്യാനിച്ചെടുക്കുമ്പോൾ ഒരുപാട് സങ്കടപ്പെട്ട് ജീവിക്കുന്നവർക്ക് പ്രത്യാശ നൽകുകയാണ്. കാരണം ഈശോയുടെ ദുഃഖം വെറും ഒരു വ്യാകുലം മാത്രമായിരുന്നില്ല, അത് രക്ഷാകരമായ സഹനങ്ങളാണ്. അതാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. ആ ദുഃഖങ്ങളെ ആത്മാർത്ഥമായി ധ്യാനിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ രക്ഷയുടെ അനുഭവങ്ങൾ കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഇനി വീണ്ടും ഈശോയുടെ മഹിമയുടെ രഹസ്യങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നിശ്ചയമായും പ്രിയപ്പെട്ടവരെ, ആന്തരിക നിശബ്ദത നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നിത്യതയെക്കുറിച്ചുള്ള ആഴമേറിയ കാഴ്ചപ്പാടുകളാണ്. യേശുവിൻ്റെ ഉദ്ധാനം നടന്ന ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ സങ്കടങ്ങൾക്കും നിരാശകൾക്കും ദുഃഖങ്ങൾക്കും വേദനകൾക്കും മറ്റൊരു മുഖം കൂടിയുണ്ട് എന്ന് അത് നമ്മെ കാണിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഒരു സ്വസ്ഥത നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കേണ്ടതല്ലേ? ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് പരിശുദ്ധ അമ്മ പറയുകയാണ്, ലോകത്തിലെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും കണ്ട് നീ വേദനിക്കേണ്ട, മറിച്ച് ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെക്കുറിച്ചുള്ള ആ വലിയ ചിന്ത നിൻ്റെ മനസ്സിൽ സൂക്ഷിക്കണം. കാരണം യേശു ഉദ്ധാനം ചെയ്ത ഈ ലോകത്തിലാണ് നീ ജീവിക്കുന്നതെന്നുള്ള ഓർമ്മ നിന്നെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, അതിനുള്ളൊരു സമയമാണിത്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ മറിയം നമ്മോട് കൂടെയുണ്ട്. അവൾ നമ്മുടെ ഇടയിലൂടെ നടക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചാക്രിക ലേഖനത്തിലൂടെ ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മറിയം ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേർന്നുകൊണ്ട് അവരോട് കൂടെ നടക്കുന്നു. ദൈവസ്നേഹം കൊണ്ട് നിരന്തരം അവിടുന്ന് നമ്മെ പൊതിയുകയാണ്. അതെ പ്രിയപ്പെട്ടവരെ, ജപമാലയിലേക്ക് നമ്മുടെ കൈകൾ നീളുമ്പോൾ, ഓരോ മണികളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ, ഹൃദയത്തിൽ അത് ധ്യാന വിഷയമാക്കുമ്പോൾ സംഭവിക്കുന്ന ഇത് തന്നെയാണ്. ഈ ലോകം മുഴുവനും ദൈവസ്നേഹത്താൽ പുതിയപ്പെടുന്നൊരനുഭവം. നമ്മുടെ കുടുംബങ്ങൾ ഒരിക്കൽ കൂടി ആ ദൈവസ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് പുതിയപ്പെടുന്നൊരനുഭവം. ഈ അനുഭവത്തിലേക്കാണ് ജപമാല നമ്മളെ കൊണ്ടുവരേണ്ടത്. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പുതിയ ക്രമമായി മാറേണ്ടത്. ഈ ലോകം മറ്റൊരു പുതിയ ക്രമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരേണ്ടതുണ്ട്. അതെവിടെയാണ്? ക്രിസ്തു രഹസ്യങ്ങളെ ആഴമായി ധ്യാനിച്ച് അതിലൂടെയുള്ള പ്രകാശം ഈ ലോകത്തിലേക്ക് ഒഴുക്കിക്കൊണ്ട് നമുക്ക് സുവിശേഷത്തിൻ്റെ ശക്തിമത്തായ മാധ്യമങ്ങളായി തീരാൻ സാധിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആന്തരിക നിശബ്ദത നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. ആഴമേറിയൊരു ശ്രദ്ധയും ജാഗ്രതയുമാണിത്. പ്രിയപ്പെട്ടവരെ, ഈ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങളെ മാറ്റിമറിക്കാനും ചില കാര്യങ്ങളെ വീണ്ടെടുക്കാനുമുള്ള ഒരു ക്ഷണമാണ് നൽകുക. ശ്രദ്ധയില്ലാത്ത ജീവിതത്തിലാണ് പാപത്തിൻ്റെ ശക്തികളും എല്ലാവിധത്തിലുള്ള തിന്മകളും കടന്നു വരിക. നമ്മൾ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിലേക്ക് പോലും നാം ഒന്ന് കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം, ഈ ഒരു ശ്രദ്ധ ഇല്ലാതാകുമ്പോൾ ഭൗതിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥരാഹിത്യം അനുഭവപ്പെടാനായി തുടങ്ങും. ആവർത്തന വിരസതകൾ ഉണ്ടാകാൻ തുടങ്ങും. നിശ്ചയമായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിയെടുക്കേണ്ട ഒരു പുണ്യമായി അതിനെ ശ്രദ്ധിക്കാം. ഈശോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. എല്ലാറ്റിൻ്റെയും മുമ്പിൽ കർത്താവ് ഈ ഒരു പുണ്യം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ജാഗ്രതയുള്ളൊരു മനസ്സ്. മറിയത്തിൻ്റെ മനസ്സ് എപ്പോഴും അങ്ങനെയായിരുന്നു. ജാഗ്രതയോടുകൂടി അവൾ കാര്യങ്ങളെ നോക്കിക്കണ്ടു. ജീവിതത്തിൻ്റെ ഓരോ നിലപാടുകളിലും ഈ ഒരു വ്യഗ്രത അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഓരോ ചലനങ്ങളെയും ജാഗ്രതയോടെ മനസ്സിൽ സൂക്ഷിച്ചവളാണിത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ചെറിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കിയവളാണ് പരിശുദ്ധ കന്യകാമറിയമെന്ന്. പരിശുദ്ധാത്മാവ് നൽകുന്ന ഓരോ പ്രചോദനത്തിനു മുമ്പിൽ ജീവിതത്തെ ശ്രദ്ധയും ജാഗ്രതയും ഉള്ളതാക്കാൻ ഈ പരിശുദ്ധ ജപമാലയുടെ മാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു കാര്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യത്വത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം നയിക്കുന്നത്. ഈ ശ്രദ്ധയും ജാഗ്രതയും നമ്മളെ കൊണ്ടെത്തിക്കുന്ന മറ്റൊരു സാഹചര്യമുണ്ട്. പാപത്തെ പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കാനും ദൈവത്തെ അറിയാതെയെങ്കിലും നിഷേധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിട്ടുപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം കൂടി ഇത് നൽകുകയാണ്. ഒരുപക്ഷെ ബോധപൂർവമല്ലാതെ തന്നെ ഒരുപാട് പാപ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ക്രിസ്തു രഹസ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന അന്ധതകളും അന്ധകാരങ്ങളെയും നീക്കിക്കളയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ തന്നെ ഒരു മാതൃക ഈശോ തൻ്റെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പലയിടങ്ങളിലും ഈശോ മൗനം പാലിക്കുകയും അധികമൊന്നും സംസാരിക്കാതെ കൃത്യമായി ഉത്തരം നൽകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നാം കാണുന്നുണ്ട്. ഈശോയുടെ നീണ്ട മണിക്കൂറുകൾ ആഴമേറിയ മൗനത്തിനും ധ്യാനത്തിനും ആന്തരിക നിശബ്ദതയ്ക്കും വേണ്ടി ഉള്ളതായിരുന്നു എന്ന് നാം കാണുകയാണ്. പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് രാത്രികാലങ്ങളിൽ ഈശോ വിജനതയിൽ പിതാവുമായിട്ടുള്ള ഒരാഴമേറിയ ഐക്യത്തിലേക്ക് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ,
ശ്രദ്ധയും ജാഗ്രതയും മൗനവും നമ്മെ നയിക്കുന്നത് ദൈവവുമായിട്ടുള്ള ആഴപ്പെടലിനാണ്. ഈശോ നമ്മളെ ഇത് വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുമ്പോൾ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും, തൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന പാപിനി സ്ത്രീയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നൊരു മേഖല. അവിടുന്ന് ഒരു വാക്ക് പോലും മിണ്ടാതെ മൗനമായി നിലത്തെഴുതിക്കൊണ്ടിരുന്നു. ആ നിലത്തെഴുത്ത് ഒരാളുടെ മാത്രം ജീവിതത്തിൻ്റെ കൃപയായി മാറുകയല്ല, അനേകർക്കുള്ള ജീവിതത്തിൻ്റെ വ്യഗ്രതകൾക്കുള്ള ഒരു മറുപടിയായിട്ടും കൂടിയാണ് അത് തീരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ പീലാത്തോസിന് മുമ്പിൽ നിശബ്ദനായി നിൽക്കുന്ന ഈശോയെ നാം കാണുന്നുണ്ട്. ഈ നിശബ്ദത ഒരു ശൂന്യതയല്ല, അപകർഷതയല്ല, ആത്മവിശ്വാസത്തിൻ്റെ കുറവല്ല, ഒന്നും സംസാരിക്കാൻ അറിയാത്തതിൻ്റെ അവസ്ഥയല്ല, മറിച്ച് പിതാവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരവസ്ഥയാണ്. നിശ്ചയമായും ഈ നാളുകളിൽ ഈ ഒരു ആഴമേറിയൊരു നിശബ്ദത, സ്വസ്ഥത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനിടയാകട്ടെ. ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ നമ്മോട് പറയുന്നുണ്ട്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. സ്വസ്ഥതയുള്ളൊരു ഹൃദയം നേടിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ, ആ സ്വസ്ഥതയിൽ ദൈവത്തിലുള്ള വിശ്വാസം വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായി മാറട്ടെ. ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് വയ്ക്കാം, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കാരണം അമ്മ പഠിച്ചെടുത്ത, ധ്യാനിച്ചെടുത്ത പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരാനുള്ള ഒരു വലിയ വ്യഗ്രത അമ്മയ്ക്കുണ്ട്. എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്ന ആ തിടുക്കം ഇന്ന് അമ്മ കാണിക്കുന്നത് തൻ്റെ മക്കളെ നന്നായി ഒരുക്കുക എന്നുള്ളതിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ജപമണികളിലൂടെ അമ്മയോടൊപ്പം നാം കടന്നു പോകുമ്പോൾ ആ കൃപ സ്വന്തമാക്കാനായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നമുക്ക് തുറന്നിട്ട് കൊടുക്കാം. നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം, ആ കൃപയെ സ്വീകരിക്കാം. പരിശുദ്ധ അമ്മേ, ഈശോയുടെ മുഖത്തെ നന്നായി ധ്യാനിച്ചെടുത്ത നീ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും വ്യക്തിപരമായ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലേക്കും കടന്നു വരണമേ. കൃപ ഞങ്ങളിൽ സമൃദ്ധമാകാൻ, അത് ഞങ്ങൾക്ക് ആവോളം സ്വീകരിക്കുവാനായി ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ശബ്ദകോലാഹലങ്ങളെ എല്ലാം എടുത്തുമാറ്റി ആന്തരികമായ നിശബ്ദതയിലേക്കും ആഴമേറിയ പ്രാർത്ഥനാ അനുഭവത്തിലേക്കും നയിക്കണമേ. ഈശോയും അമ്മയും ജീവിച്ചു തീർന്ന ആ ജീവിതം ഞങ്ങളുടെ ധ്യാന വിഷയമാക്കിക്കൊണ്ട് ഈ നാളുകളിൽ കൂടുതൽ കരുത്തുള്ളവരാകാനും ജാഗ്രതയുള്ളവരാകാനും ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി നിലകൊള്ളാനും ഞങ്ങളുടെ നിലപാടുകളെ തിരുത്താനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. കൃപാവരത്തിൻ്റെ അമ്മേ, ഞങ്ങളിൽ ഓരോരുത്തരിലും കൃപയുടെ ശക്തി സമർത്ഥമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.